ഹലോ എവരിവൺ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സിനെ പറ്റിയാണ്. ഒരു പെർട്ടിക്കുലർ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റിൽ എത്രമാത്രം കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാകുന്നു, എത്രമാത്രം ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകുന്നു, ആ ഒരു പെർട്ടിക്കുലർ കോൺക്രീറ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ വി നീഡ് ടു സ്റ്റഡി ദി സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോൺക്രീറ്റ്. സോ ഈ സ്റ്റഡിക്കൊക്കെ നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടാവും. For this video, I am using the standard IS 456-2000. IS 456-ലെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സസിൽ പറഞ്ഞിട്ടുള്ള സ്ട്രെസ് ബ്ലോക്കിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ആ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് നമ്മൾ എടുത്തു നോക്കി അറിയാൻ പറ്റും. ദർ ആർ ലോട്ട് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സസ് ലൈക്ക് ഫ്ലെക്ചർ, കംപ്രഷൻ എക്സെട്ര. സോ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലെക്ചറിൽ ഉള്ള അസംഷൻസും അതിൻ്റെ തിയറീസൊക്കെയാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Okay, so നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സസ് ഇൻ ഫ്ലെക്ചർ ദാറ്റ്സ് ക്ലോസ് 38 ഇൻ IS 456-2001. അതിൽ ക്ലോസ് 38.1 ഡിസ്കസസ് ദി വേരിയസ് അസംഷൻസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദാറ്റ് ടൈപ്പ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. സോ വെൻ വി ലുക്ക് ടു ദി ഫസ്റ്റ് അസംഷൻ, ഇറ്റ് ഈസ് പ്ലെയിൻ സെക്ഷൻസ് നോർമൽ ടു ദി ആക്സിസ് റിമെയിൻ പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ബെൻഡിങ്. ഈ ഒരു അസംഷൻ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ തിയറിയിലും കേട്ടിട്ടുള്ളതാണ് അല്ലേ. ഒരു പ്ലെയിൻ which was normal before bending will remain normal even after bending അല്ലേ. അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് സ്ട്രെസ് വേരിയേഷൻ ഇസ് ലീനിയർ. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മളിതിൻ്റെ അകത്ത് ഫ്ലെക്ചർ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി ഒക്കറൻസ് ഓഫ് കംപ്രഷൻ ആൻഡ് ടെൻഷൻ ഓൾ ടുഗെദർ. സോ നമ്മളുടെ കോൺക്രീറ്റിൻ്റെ ഒരു പോർഷൻ കംപ്രഷനിലും ഒരു പോർഷൻ ടെൻഷനിലുമാണ്. ഞാനിപ്പോൾ ഈ ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോർഷനാണ് വിച്ച് ഈസ് അണ്ടർ compression. Okay, there is a neutral axis divides compression side and tension side. Okay, so neutral axis ന്റെ depth from the outermost compression fiber it is XU. Okay, നമ്മൾ ഫിഗറിൽ എക്സ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് IS 456 പറഞ്ഞിട്ടുള്ള പോലെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത്. സോ ലെറ്റ് ഇറ്റ് ബി XU. So neutral axis depth is XU and our first assumption says that it ensures ലീനിയർ വേരിയേഷൻ ഓഫ് സ്ട്രെയിൻ. ഇത് കംപ്രസീവ് സ്ട്രെയിൻ ആണ്, ഇത് ടെൻസൈൽ സ്ട്രെയിൻ ആണ്. എനിവേ അതിൻ്റെ വേരിയേഷൻ ലീനിയർ ആണ് എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് അസംഷൻ. ഓക്കെ, ദ സെക്കൻഡ് അസംഷൻ ഈസ് ദാറ്റ് ദ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദി ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഈസ് ടേക്കൻ ആസ് 0.0035 ഇൻ ബെൻഡിങ്. ബെൻഡിങ് വരുന്ന കേസിലാണെങ്കിൽ മോസ്റ്റ്ലി ബെൻഡിങ് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലെക്ചർ വരുന്ന കേസ് തന്നെയാണ്. ആ കേസിൽ ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബറിൽ വരുന്ന മാക്സിമം സ്ട്രെയിനസ് 0.0035 ആണെന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് അസംഷൻ. തേർഡ് അസംഷൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കംപ്രസീവ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ കോൺക്രീറ്റ് ആൻഡ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് മേ ബി അസ്യൂംഡ് ടു ബി rectangle, trapezoid, parabola or any other shape which results in prediction of strength in substantial agreement with the results of the test. സോ ആസ് യു ഓൾ നോ നമ്മളുടെ IS 456 എന്നുള്ളത് ഒരു റെക്കമെൻഡേറ്റീവ് ആയിട്ടുള്ള കോഡാണ്. നമുക്ക് ടെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെസ്റ്റ് റിസൾട്ട് നോക്കിയാൽ മതി. ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടെസ്റ്റ് റിസൾട്ട്സ് വി ക്യാൻ റിലൈ ഓൺ ദിസ് കോഡ്. സോ നമ്മളുടെ കോഡ് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അസ്യൂം ചെയ്യാനുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ട്, പ്രൊവൈഡഡ് ദർ ഇസ് ആംപിൾ ടെസ്റ്റ് ഡാറ്റ അവൈലബിൾ. ബട്ട് സ്റ്റിൽ നമുക്ക് കോഡ് ഒരു സ്ട്രെസ് ബ്ലോക്ക് വേരിയേഷൻ തരുന്നുണ്ട്. ഞാനിവിടെ ഫിഗർ കാണിക്കുന്നുണ്ട്, അതിൻ്റെ കുറച്ചുകൂടി എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഫിഗറാണ് അത് ഇവിടെ കാണിക്കുന്നത്. സോ നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഫിഗർ സ്ട്രെയിൻ ഡയഗ്രാം, രണ്ടാമത്തെ ഫിഗർ സ്ട്രെസ് വേരിയേഷൻ ഡയഗ്രാം ആണ് കാണിക്കുന്നത്. സോ സ്ട്രെയിൻ ഡയഗ്രാം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. വെൻ വി ലുക്ക് ടു ദി വേരിയേഷൻ ഓഫ് സ്ട്രെസ് ഇൻ ദി ക്രോസ് സെക്ഷൻ ഓഫ് കോൺക്രീറ്റ്, IS 456 തരുന്നത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് വേരിയേഷനാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഫ്രം ദി ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബർ, ഇതാണ് ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബർ, ഇറ്റ് ഈസ് XU. അങ്ങനെയാണെങ്കിൽ കോഡ് തരുന്നത് അപ് ടു 3/7 XU ഫ്രം ദി കംപ്രഷൻ ഫൈബർ ദ സ്ട്രെസ് വേരിയേഷൻ ഇസ് റെക്ടാങ്കുലർ ആൻഡ് ദെയർ ആഫ്റ്റർ ദ വേരിയേഷൻ വുഡ് ബി പാരാബോളിക് ടിൽ ദി ന്യൂട്രൽ ആക്സിസ്. 3/7 XU, 4/7 XU ഇതിൻ്റെ ഓരോ വാല്യൂസ് എല്ലാം നമ്മൾ കുറച്ച് മുമ്പ് ഡിറൈവ് ചെയ്യുന്നുണ്ട്. സോ അതിനെപ്പറ്റി പറയണ്ട, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവേ ഇതാണ്
IS456 നമുക്ക് തരുന്ന സ്ട്രെസ് ബ്ലോക്കിൻ്റെ വേരിയേഷൻ. ടോട്ടൽ ഏരിയയുടെ ഒരു 3/7 XU റെക്ടാങ്കുലർ ആയിട്ടുള്ളതും 4/7 XU പരാബോളിക് ആയിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിൻ്റെ ടോട്ടൽ ഏരിയ ആണ് കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് ഫോഴ്സ് തരുന്നത്, CU. ആൻഡ് TU is the total tensile force acting on that section and it will be at the centroid of the steel. സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ആണ് അല്ലേ. അത് മ്യൂച്വലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഉള്ളത്, ബട്ട് സ്റ്റിൽ ദേ ആർ പാരലൽ ആൻഡ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സേ Z. ഈ ഡിസ്റ്റൻസിന് നമ്മളെന്ത് പേരാ പറയുക? ദിസ് ഈസ് ദി ലിവർ ആം അല്ലേ. സോ ടു അൺലൈക്ക് പാരലൽ ഫോഴ്സസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ ലിവർ ആം ഡിസ്റ്റൻസ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കപ്പിൾ അല്ലേ. എ കപ്പിൾ ഓഫ് സേ ZU into Z or TU into Z. This is the moment of resistance of that particular section. ക്ലിയർ ആയി? എങ്ങനെയാണ് കോൺക്രീറ്റ് മൊമെൻറ്റ് ക്യാരി ചെയ്യുന്നത്? നമ്മളൊരു ലോഡ് കൊടുക്കുമ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കംപ്രസീവ് ഫോഴ്സും ജനറേറ്റ് ആവും, ഒരു ടെൻസൈൽ ഫോഴ്സും ജനറേറ്റ് ആവും. ആ കപ്പിള് ഒരു മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ജനറേറ്റ് ചെയ്യും. ഈ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഈ കോൺക്രീറ്റിൽ ഈ ഒരു പർട്ടിക്കുലർ ബീമിൽ വരുന്ന നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ അപ്ലൈഡ് മൊമെൻറ്റിനേക്കാളും കുറവാണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് MR ഇസ് ലെസ് ദാൻ M, എന്താ സംഭവിക്കുക? ദ സെക്ഷൻ വിൽ fail. So we will design MR as greater than or equal to M. Moment of resistance applied മൊമെൻറ്റിനേക്കാളും കൂടുതലോ മാക്സിമം ഈക്വലോ വന്നാൽ മാത്രമേ സെക്ഷൻ സേഫ് ആയിട്ടിരിക്കുള്ളൂ. അതിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ സെക്ഷൻ വിൽ ബി ഫെയിലിയർ. പിന്നെ നമുക്ക് ഫർദറായിട്ട് അസംഷൻസ് ഒക്കെ ഉണ്ട്. ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇസ് ഇഗ്നോർഡ്. ദ സ്ട്രെസ് ഇൻ ദി റീഇൻഫോഴ്സ്മെൻറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം റെപ്രസെൻറ്റേറ്റീവ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ ദി ടൈപ്പ് ഓഫ് സ്റ്റീൽ യൂസ്ഡ്. ആ ക്ലോസ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഹാസ് ടു എൻഷുർ എ ഡക്ടൈൽ ഫെയിലിയർ. ദർ ഷുഡ് നോട്ട് ബി എനി ബ്രിട്ടിൽ ഫെയിലിയർ. ഡക്ടൈൽ ഫെയിലിയർ എന്തിനുണ്ടാവുന്നത്? ഡക്ടൈൽ ഫെയിലിയർ ഈസ് ദി ഫെയിലിയർ വിച്ച് ഗീവ്സ് അസ് ആംപിൾ വാർണിംഗ്. അത് സ്ലോവർ ഫെയിലിയർ ആണ്. അതാണ് നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത്. അത് തന്നെയാണ് ലിമിറ്റഡ് മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ലിമിറ്റഡ് മെത്തേഡ് ഡക്ടൈൽ ഫെയിലിയറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ ആ ക്ലോസസ്, ഫസ്റ്റ് ക്ലോസസ് ക്ലോസ് D, ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഇഗ്നോർഡ്. എന്ന് പറഞ്ഞാൽ ടെൻഷൻ ക്യാരി ചെയ്യുന്നത് എൻറ്റയർലി ബൈ സ്റ്റീൽ അലോൺ ആണ്. കോൺക്രീറ്റ് ടെൻഷൻ ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ നമ്മൾ ഇഗ്നോർ ചെയ്യണം. നമ്മൾ ഡിസൈനിൽ അത് ക്യാരി ചെയ്യില്ല. സോ കോൺക്രീറ്റ് ടെൻഷൻ എടുക്കുന്നില്ല, അതുകൊണ്ട് കോൺക്രീറ്റ് ഫെയിൽ ആവില്ല, സ്റ്റീലേ ഫെയിൽ ആവുള്ളൂ. സോ വി ഹാവ് എ ഡക്ടൈൽ ഫെയിലിയർ എന്നുള്ളതാണ് LSMൻ്റെ കോൺസെപ്റ്റ്. അസംഷൻ E, the stresses in the reinforcement are derived from the representative stress strain curve for the type of steel used. നമ്മൾ കോൺക്രീറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇഫ് വി ഹാവ് ഇനഫ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ വി ക്യാൻ ഗോ ഫോർ ദി സ്ട്രെസ് സ്ട്രെയിൻ വേരിയേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റീൽ. ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡാറ്റ നമുക്ക് കോഡ് ബുക്ക് ഫിഗർ 23-ൽ 2 സ്ട്രെസ് സ്ട്രെയിൻ വേരിയേഷൻ ഡയഗ്രാംസ് തരുന്നുണ്ട്. നമുക്ക് അത് റെഫർ ചെയ്താൽ മതി. ഡെഫിനിറ്റ് ഈൽഡ് പോയിൻ്റ് ഉള്ള സ്റ്റീലിൻ്റെ ഇല്ലാത്ത സ്റ്റീലിൻ്റെ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ആ കർവ് യൂസ് ചെയ്തിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഫാക്ടർ ഉണ്ട് 1.15, ദാറ്റ് ഓൾസോ ഷാൽ ബി അപ്ലൈ. അസംഷൻ സിയിൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അത് ഞാൻ ഫർദർ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ആ ബാക്കിയുള്ള പാരാഗ്രാഫ് വായിക്കാതെ വിട്ടത്. അസംഷൻ ഓഫ് ദ മാക്സിമം സ്ട്രെയിൻ ഇൻ ദി ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ സെക്ഷൻ അറ്റ് ഫെയിലിയർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ Fy/1.15 ES പ്ലസ് 0.002. ഈ 3 ക്ലോസും ജസ്റ്റ് ഡക്ടൈൽ ഫെയിലിയർ എൻഷുർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള അസംഷൻസ് ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. സോ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസംഷൻ സിയുടെ കുറച്ച് പോർഷൻസ് ഞാൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഫർദർ സ്ലൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെറ്റ് us ലുക്ക് ഇൻ ടു ദാറ്റ്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഐഡിയലൈസ്ഡ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് ആണ്. സോ ആസ് യു ഓൾ നോ, നമുക്ക് നമ്മളുടെ IS456-2000 എന്നുള്ളത് റെക്കമെൻഡേറ്റീവ് കോഡായതുകൊണ്ട് നമുക്ക് ഏത് ടൈപ്പ് സ്ട്രെസ് വേരിയേഷൻ വേണമെങ്കിലും നമ്മുടെ മെറ്റീരിയലിനെ അസ്യൂം ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. ബട്ട് സ്റ്റിൽ കോഡ് ബുക്ക് നമുക്കൊരു കർവ് തരുന്നുണ്ട്. ആക്ച്വലി ഒരു കർവ് അല്ല, നമുക്ക് 3 സ്ട്രെസ് സ്ട്രെയിൻ കർവ്സ് ആണ് IS456-2000 തരുന്നത്. എല്ലാ കർവിൻ്റെയും വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പാരാബോളിക് ഇൻ നേച്ചർ. പക്ഷേ എന്തിനാണ് ഇങ്ങനത്തെ 3 കർവ് തരുന്നതെന്നാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.
നമ്മളുടെ ഈ കർവിലെ ഏറ്റവും ടോപ്പ് പോർഷനിലുള്ള കർവ്, ദിസ് ഈസ് ദി ഐഡിയലൈസ്ഡ് കർവ് ഫോർ കോൺക്രീറ്റ് ഇൻ ക്യൂബ്. അതായത് ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ ക്യൂബ് ടെസ്റ്റ് നടത്തിയിട്ട് കിട്ടുന്ന സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും വേരിയേഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് ഈ ഏറ്റവും ടോപ്പിൽ വരച്ചിട്ടുള്ളത്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഫോർ FCK, വിച്ച് ഇസ് ദി ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഫോർ ക്യൂബ്, വിച്ച് ഈസ് കാസ്റ്റഡ് ആൻഡ് ക്യൂർഡ് ഫോർ 28 days. നമ്മളുടെ ഈ ലബോറട്ടറി കണ്ടീഷനൊന്നും നമുക്ക് ഒരിക്കലും സൈറ്റിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അടുത്ത 2 കർവുകൾ വരുന്നത്. നമ്മൾ ക്യൂബ് ടെസ്റ്റ് നടത്തുമ്പോൾ തന്നെ നമുക്കിപ്പോൾ കോൺക്രീറ്റിൻ്റെ കമ്പാരിസൺ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യൂബ് ടെസ്റ്റും ഉണ്ട്, സിലിണ്ടർ ടെസ്റ്റും ഉണ്ട്. നമുക്കറിയാം നമ്മൾ ഒരേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ 2 സ്പെസിമെനിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സെയിം വാല്യൂ അല്ല കിട്ടുക, അല്ലേ? സിലിണ്ടർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ക്യൂബ് സ്ട്രെങ്ത്തിൻ്റെ 80% ആണ്. അതായത് കോൺക്രീറ്റിന് ഒരു സൈസ് എഫക്റ്റ് ഉണ്ട്. ആ സൈസ് എഫക്റ്റിനെ അക്കൗണ്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് കർവ്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഇറ്റ് ഹാസ് ഓൺലി 0.67 FCK. ഓക്കെ, അതായത് കോൺക്രീറ്റ് ഇപ്പോൾ നമ്മൾ ഒരു സിലിണ്ടറായിട്ട് കാസ്റ്റ് ചെയ്യുമ്പോഴും ഒരു ക്യൂബായിട്ട് കാസ്റ്റ് ചെയ്യുമ്പോഴും കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് വേരിയേഷൻ വരുന്നുണ്ട്. ആ വേരിയേഷൻ അക്കൗണ്ട് ചെയ്തിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് നമ്മൾ 0.67 FCK എന്നുള്ള ഈ സെക്കൻഡ് കർവ്. തേർഡ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹെട്രോജനസ് മെറ്റീരിയലാണ്. നമ്മൾ സൈറ്റിലിട്ടൊക്കെ അത് മിക്സ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ് അതിൻ്റെ അകത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഐഡിയലൈസ് ഫോർ കോൺക്രീറ്റ് ഇൻ സ്ട്രക്ചർ വിച്ച് അക്കൗണ്ട്സ് സൈസ് എഫക്റ്റ്, അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഉള്ള ഒരു ഡിസൈൻ കർവ് കിട്ടുന്നത്. ആ ഡിസൈൻ കർവിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് വുഡ് ബി 0.67 FCKയിലേക്ക് നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി, മെറ്റീരിയൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഗാമ എം അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഗാമ എമ്മിൻ്റെ വാല്യൂ ഇസ് 1.5 ആസ് പെർ ക്ലോസ് 36.4.2 ഓഫ് IS 456-2000. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഐഡിയലൈസ്ഡ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ സ്റ്റീലും നമുക്കുള്ളത്. ആക്ച്വലി സ്റ്റീലിന് 2 ടൈപ്പ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്സ് നമുക്ക് IS 456-2000 തരുന്നുണ്ട്. ദിസ് ഈസ് ദി കർവ് ഫോർ സ്റ്റീൽ വിത്ത് ഡെഫിനിറ്റ് ഈൽഡ് പോയിന്റ്. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് വാല്യൂസ് 20,000 Newton/mm² ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദിസ് വുഡ് ബി ദി വേരിയേഷൻ. സോ ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് കർവ്, ദിസ് ഈസ് ദി ആക്ച്വൽ കർവ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് കർവ് ഫോർ ദി ഈൽഡ് സ്ട്രെങ്ത്. നമ്മൾ IS 456 LSMൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീലിനെ ഡിനോട്ട് ചെയ്യുന്നത് FI ആയിട്ടാണ്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ FCK ആയിട്ടും ക്യാരക്ടറിസ്റ്റിക് ഈൽഡ് സ്ട്രെങ്ത്തിനെ FI ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കർവ് ഡിനോട്ട്സ് ദി ക്യാരക്ടറിസ്റ്റിക് കർവ് വിച്ച് അക്കൗണ്ട്സ് ഇറ്റ്സ് ഫുൾ സ്ട്രെങ്ത്. പിന്നെ നമ്മൾ സ്റ്റീലിന് ഈ പറയുന്ന പോലത്തെ ഒരു സൈസ് എഫക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആ കോൺക്രീറ്റിൽ നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ ഒരു സെക്കൻഡ് കർവ് ഇതിനില്ലാത്തത്. സ്റ്റീലിന് വരുന്ന ഒരേ ഒരു കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് കർവ് വിച്ച് അക്കൗണ്ട്സ് ദി ഡിസൈൻ കർവ്. സ്റ്റീലിൽ വരുന്ന മെറ്റീരിയൽ വരുന്ന ക്രൂക്കഡ്നെസ് മാത്രം. അത് നമ്മളുടെ ക്ലോസ് 36.4.2 ഒരു മെറ്റീരിയൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ പറയുന്നുണ്ട്, വിച്ച് ഇസ് ഗാമ എം ഇറ്റ് സെൽഫ്. സ്റ്റീലിന് അത് 1.15 ആണ്. സോ നമ്മൾ സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എടുക്കുമ്പോഴത്തേനും ആ ഒരു ഫാക്ടർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സൈസ് എഫക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് ഒരു കർവ് ഇവിടെ കുറവാണ്. കോൺക്രീറ്റിന് സൈസ് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു കർവ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. സ്റ്റീലിന് വേറൊരു കർവ് കൂടി നമുക്ക് കോഡ് ബുക്ക് തരുന്നുണ്ട്, വിച്ച് ഇസ് ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൾഡ് ട്വിസ്റ്റഡ് ഡീഫോംഡ് ബാർ. ഇതിൽ ആദ്യത്തെ കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവാണ്, വിച്ച് അക്കൗണ്ട്സ് ദി ഫുൾ സ്ട്രെങ്ത് വിച്ച് ഡസ് നോട്ട് അക്കൗണ്ട്സ് ഇറ്റ്സ് ക്രൂക്കഡ്നെസ് ഇൻ ദി മെറ്റീരിയൽ. ആൻഡ് സെക്കൻഡ് വൺ നമ്മുടെ മെറ്റീരിയലിൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.15 അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സോളിഡ് ലൈൻസും ഡോട്ടഡ് ലൈൻസും കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വൺസ് ഈൽഡിങ് എന്ന് പറഞ്ഞാൽ സ്റ്റീല് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സോ നമ്മൾ ലോഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സോളിഡ് ലൈനിൽ കൂടി കിട്ടും. അത് ഈൽഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ നമ്മൾ കൊടുക്കുന്നുള്ളെങ്കിൽ അൺലോഡിങ് ആണെങ്കിലും ആ സോളിഡ് ലൈനിൽ കൂടെ തന്നെ ആയിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. പക്ഷേ വൺസ് അത് ഈൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേ 0.8 FI എന്നൊക്കെ പറഞ്ഞാൽ അത് ഈൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അൺലോഡിങ് പാറ്റേൺ വേറെയാണ്. ഓക്കെ, അതുകൊണ്ട് ആ അൺലോഡിങ് പാറ്റേൺ ആണ് ആ ഡോട്ടർ ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് അതിൻ്റെ സ്ട്രെയിനൊക്കെ എടുക്കാൻ നേരത്ത് അതുകൊണ്ടാണ് ഈ ലൈൻസ് സ്ട്രെയിറ്റ് വരയ്ക്കാതെ അതിൻ്റെ ഇനീഷ്യൽ ലൈനിന് പാരലായിട്ട് വരച്ചിട്ടുള്ളത്. ഡോട്ടർ ലൈൻസ് ആണ് അതിൻ്റെ അൺലോഡിങ് പാറ്റേൺ.
അൺലോഡിങ് പാറ്റേണിന് കൂടി കൺസിഡർ ചെയ്യുമ്പോഴേ നമുക്ക് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ കിട്ടണമെങ്കിൽ ഏത് സ്ട്രെസ്സാണോ, അപ്പോൾ നമ്മൾ വൈ ആക്സിൽ ആ പോയിന്റ് അത് നോക്കും, നേരെ കർവിലേക്ക് പ്ലോട്ട് ചെയ്യും, എന്നിട്ട് അത് നേരെ എക്സ് ആക്സിലേക്ക് വേർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഓൾറെഡി ഈൽഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റീലാണെങ്കിൽ ആ മെത്തേഡ് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് അതിൻ്റെ അൺലോഡിങ് പാറ്റേൺ കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ അൺലോഡിങ് പാറ്റേൺ കൺസിഡർ ചെയ്യുമ്പോഴേ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സസും സ്ട്രെയിനും കിട്ടുള്ളൂ. സേ എഫ് ഒയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് വേർട്ടിക്കലി ഡൗൺവേർഡ് പ്രൊജക്റ്റ് ചെയ്യുകയല്ല വേണ്ടേ, ആ ലൈന് പാരലായിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. സോ എഫ് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 0.002. 0.75 എഫ് ഐ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വുഡ് ബി 0.001. സോ നമുക്കിനി സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കാം. സോ ആസ് എ സൈഡ് ഏർലിയർ നമ്മൾ ഈ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ഈ കോൺക്രീറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന് മാക്സിമം എത്ര വരെ മൊമെൻറ്റ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ പല മെത്തേഡ്സ് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്. വി ഹാവ് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ഇക്വിലിബ്രിയം ആൻഡ് വി ഹാവ് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ സ്ട്രെയിൻ കമ്പാറ്റബിലിറ്റി. സ്ട്രെയിൻ കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു കോൺക്രീറ്റിലൊരു ലിമിറ്റിംഗ് സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ, ആ ലിമിറ്റിംഗ് സ്ട്രെയിൻ ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റിൻ്റെ ഫ്ലെക്ചറൽ കംപ്രഷൻ പ്രോപ്പർട്ടീസൊക്കെ കണ്ടുപിടിക്കുന്നതാണ് based on strain compatibility. For the time being, I will be explaining how to determine stress block parameters based on equilibrium. സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റിയുടെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. സോ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് സ്ലൈഡിലൊക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അല്ലേ. എന്തായിരുന്നു, നമ്മൾ സ്ട്രെസ് ബ്ലോക്കിൻ്റെ സ്ട്രെസ് വേരിയേഷൻ ഡയഗ്രമൊക്കെ കണ്ടപ്പോൾ അതിൽ കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ two unlike parallel forces അല്ലേ. സോ ദേ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കപ്പിൾ. സോ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈതർ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് ഓർ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് അല്ലേ. സോ നമുക്കിനി ഇതിൻ്റെ കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടി യു, കംപ്രസീവ് ഫോഴ്സ് എത്രയാണ് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താ, സ്ട്രെസ് ഇൻറ്റു ഏരിയ അല്ലേ. ഈ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യാണ് എഫ് എസ് ടി എന്നും പറഞ്ഞിട്ട്, ഏരിയനെ എ എസ് ടി എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദി ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ്. ടി യു ഇസ് ഈക്വൽ ടു എഫ് എസ് ടി ഇൻറ്റു എ എസ് ടി. നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ സ്റ്റീലിൻ്റെ ഡിസൈൻ കർവൊക്കെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ സ്റ്റീലിൻ്റെ ഡിസൈൻ കർവിൽ എത്രയാണ് ഡിസൈനിന് വേണ്ടി എടുക്കുക, എഫ് വൈ ബൈ 1.15 അല്ലേ. മെറ്റീരിയൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.15 നമ്മൾ അപ്ലൈ ചെയ്യണം. സോ ദാറ്റ് വിൽ ബി 0.87 എഫ് ഐ. സോ എഫ് എസ് ടി ഇസ് ഈക്വൽ ടു 0.87 എഫ് ഐ. സോ എഫ് എസ് ടിക്ക് 0.87 എഫ് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു എ എസ് ടി വിൽ ഗെറ്റ് യു ദി ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ്. സോ നമുക്കിതിൻ്റെ ബാക്കി ടൈംസ് ഒക്കെ ഡിറൈവ് എടുക്കാം. നമ്മൾ ഓൾറെഡി ടി യു കണ്ടുപിടിച്ചിട്ടുണ്ട്. ദിസ് ഇസ് 0.87 എഫ് ഐ എ എസ് ടി. സോ ഞാൻ ബാക്കി ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ടുണ്ട്. ഇത് കോൺക്രീറ്റിൻ്റെ ഫെയിലിയറിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ്, മാക്സിമം കംപ്രസീവ് സ്ട്രെയിനും മാക്സിമം സ്ട്രെസ്സും കിട്ടുന്ന ഡയഗ്രാംസ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇതൊക്കെ IS 456 പറഞ്ഞിട്ടുള്ളതാണ്. ഈ 0.0035 വിച്ച് ഇസ് ദി മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ എന്ന് നമ്മളുടെ അസംഷനിൽ പറയുന്നുണ്ട്. മാക്സിമം സ്ട്രെസ് വരുമ്പോൾ മാക്സിമം സ്ട്രെയിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഈ മാക്സിമം സ്ട്രെസ് ഈ 0.45 സിക്ക് വന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടറിസ്റ്റിക് കർവ് കോൺക്രീറ്റ് നോക്കിയാൽ മതി. എങ്ങനെയായിരുന്നു, അതിനകത്ത് നമുക്ക് 3 കർവ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് കർവ് എഫ് സി കെ അല്ലെ, ഫുൾ സ്ട്രെങ്ത്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഫസ്റ്റ് കർവ് കോൺക്രീറ്റിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് ആണ്, ഐഡിയലൈസ്ഡ് കർവ്. സെക്കൻഡ് കർവ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് ഇഫക്റ്റിന് കൂടി സൈസ് ഇഫക്റ്റ് അക്കൗണ്ട് ചെയ്തിട്ടുള്ള കർവാണ്. സൈസ് ഇഫക്റ്റ് എത്രയായിരുന്നു, 0.67 എഫ് സി കെ. തേർഡ് കർവാണ് ഡിസൈൻ കർവ്. അതിനകത്തേക്ക് നമ്മൾ മെറ്റീരിയലിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടി അപ്ലൈ ചെയ്യണം. ദിസ് വിൽ ബി 0.67 എഫ് സി കെ ഡിവൈഡഡ് ബൈ ഗാമ എം. ക്ലോസ് 36.4.2 ഗാമ എമ്മിൻ്റെ വാല്യൂ എത്രയെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് 1.5. So this becomes
67 FCK divided by 1.5 and that will be 0.446 FCK. We are approximating it as 0.45 FCK. ഈ വാല്യൂ ആണ് കോൺക്രീറ്റിൻ്റെ മാക്സിമം സ്ട്രെസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് കോൺക്രീറ്റ് ഫെയിൽ ആകുമ്പോൾ വരുന്ന മാക്സിമം സ്ട്രെസ് വിൽ ബി 0.45 FCK. മാക്സിമം സ്ട്രെയിൻ ആസ് പെർ ദി അസംഷൻ ഇറ്റ് വിൽ ബി 0.0035. ഓക്കെ, അങ്ങനെയാണ് ഈ വാല്യൂസ് എല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ ഈ 0.002 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ വന്നതെന്ന് അതിനും ഈ കർവ് തന്നെ നോക്കിയാൽ മതി. നമ്മൾ ലാസ്റ്റ് കർവ് എടുത്ത് നോക്കുക, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇതിങ്ങനെ രണ്ട് വാല്യൂസ്, രണ്ട് ഓർഡിനേറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. ദിസ് ഈസ് 0.0035 ആൻഡ് ദിസ് ഈസ് 0.002. അതായത് 0 മുതൽ 0.002 വരെയുള്ള കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ ഇസ് പാരാബോളിക് ആൻഡ് ദെയർ ആഫ്റ്റർ അപ് ടു 0.0035 ഇറ്റ് ഈസ് റെക്ടാങ്കുലർ. ആ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. സോ ഈ പരാബോളയുടെ ഈ വേരിയേഷൻ 0 മുതൽ 0.002 വരെ ഇത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇതാണ് സ്ട്രെയിൻ ഡയഗ്രാം. സോ 0 മുതൽ 0.002 വരെ സ്ട്രെയിൻ വരെയുള്ള സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി പാരാബോളിക് ആൻഡ് ദെയർ ആഫ്റ്റർ സ്ട്രെസ് വേരിയേഷൻ വുഡ് ബി റെക്ടാങ്കുലർ. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് ഷേപ്പ് വന്നിട്ടുള്ളത്. ഈ സെയിം ഷേപ്പ് തന്നെയാണ് നമ്മളതിനെ വെർട്ടിക്കലായിട്ട് വരച്ചെന്നേ ഉള്ളൂ. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ നൗ. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഓരോ ഓർഡിനേറ്റ്സ് ഒക്കെ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമ്മളുടെ ടോട്ടൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് XU ആണ്. ഓക്കെ, XU എന്ന് പറഞ്ഞാൽ എക്സ് മെഷർ ചെയ്തിട്ടുള്ളത് എക്സ്ട്രീം കംപ്രഷൻ ഫൈബറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിൻ്റെ പൊസിഷൻ വരെയുള്ള ലെങ്ത് ആണ് XU. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദി ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് പോർഷൻ. റെക്ടാങ്കുലർ പോർഷൻ എത്ര XUവിൻ്റെ എത്ര പോർഷനാണ്, പാരാബോളിക് പോർഷൻ XUവിൻ്റെ എത്ര പോർഷൻ ആണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. സോ വി ആർ ജസ്റ്റ് ഡിനോട്ടിങ് ഇറ്റ് ആസ് X1 ആൻഡ് X2. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഈ സ്ട്രെയിൻ ഡയഗ്രം നോക്കിയാൽ മതി. ഈ സ്ട്രെയിൻ ഡയഗ്രത്തിലെ ഈ രണ്ട് ട്രയാങ്കിൾസ്, ഫസ്റ്റ് ട്രയാങ്കിൾ ദിസ് വൺ ആൻഡ് സെക്കൻഡ് ട്രയാങ്കിൾ ദിസ് ലാർജർ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ദീസ് ആർ സിമിലർ ട്രയാങ്കിൾസ്. സോ അതുകൊണ്ട് ജസ്റ്റ് മേ ബി നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒന്ന് പേര് കൊടുക്കാം. സേ ദിസ് ബി A, B, C, D, E. Triangle ABE is similar to triangle ACD. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? AB divided by AC would be equal to BE divided by CD അല്ലേ? സോ AB എന്ന് പറയുന്നത് നമ്മൾ X2 ആണ്. X2 divided by AC എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് വിൽ ബി XU അല്ലേ? സോ BE എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.002 divided by CD എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി 0.0035. ഫ്രം ദാറ്റ് വി ക്യാൻ ഗെറ്റ് X2 ആസ് എന്താണ്? 0.002 XU divided by 0.0035. As a fraction, we can get it as 4/7 XU. Okay, so X2 will be equal to 4/7 XU. അങ്ങനെയാണെങ്കിൽ X1 എന്തായിരിക്കും? X1 will be equal to XU minus X2 അല്ലേ? So XU minus X2 is 4/7 XU. From that X1 is equal to 3/7 XU. So X1 will be 3/7 XU. Hope this is clear now. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതാണെങ്കിൽ X1 will be 3/7 XU and X2 will be 4/7 XU. സോ നമുക്കിനി ഇതിൻ്റെ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എത്ര കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സ്ട്രെസ് ബ്ലോക്ക് ഒന്ന് കംപ്രഷൻ്റെ പോർഷൻ മാത്രം ഒന്ന് എൻലാർജ് ചെയ്ത് ഞാൻ വരച്ചിട്ടുണ്ട്. സോ ആസ് ഐ സെഡ് ഏർലിയർ നമ്മളുടെ സ്ട്രെസ് ബ്ലോക്കിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് വിൽ ബി പാർട്ട്ലി റെക്ടാങ്കുലർ ആൻഡ് പാർട്ട്ലി പാരാബോളിക്. അതിൻ്റെ ആ പോർഷൻ എത്രയാണെന്നാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദിസ് പോർഷൻ വുഡ് ബി 3/7 XU ആൻഡ് ദിസ് പോർഷൻ വുഡ് ബി 4/7 XU. ഓക്കെ, അതിൻ്റെ ഈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0.45 FCK ആണ്. സോ നമ്മൾ ഈ റെക്ടാങ്കുലർ പോർഷന് പോർഷൻ നമ്പർ 1 എടുക്കുക, ട്രയാങ്കുലർ പോർഷൻ നമ്പർ 2 എന്ന് എടുക്കുക. ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ റെക്ടാങ്കുലർ ഏരിയയുടെയും ഈ പാരാബോളിക് ഏരിയയുടെയും സമ്മാണ് അല്ലേ. സോ കംപ്രസീവ് ഫോഴ്സ് CU വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, C1 + C2 അല്ലേ. C1 is the total compressive force for the rectangular area and C2 is the compressive force for this parabolic area. റെക്ടാങ്കിളിൻ്റെ അപ്പോൾ നമുക്ക് ഏരിയ എങ്ങനെ കിട്ടും, ജസ്റ്റ് ഏരിയ എടുത്താൽ മതി. അതിന് കിട്ടും ദാറ്റ് വുഡ് ബി 0.45 FCK ഇൻറ്റു 3/7 XU അല്ലേ, പ്ലസ്. സോ നമുക്ക് ആ റെക്ടാങ്കിളിൻ്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് പാരാബോളയുടെ ഏരിയ ആണ്. പാരാബോളയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, അത് എൻക്ലോസ് ചെയ്യുന്ന റെക്ടാങ്കിളിൻ്റെ 2/3 ഏരിയയാണ്. സോ 2/3 ഇൻറ്റു 0.45 FCK ഇൻറ്റു 4XU/7 ആൻഡ് ദാറ്റ് വുഡ് ബി എത്രയായിരിക്കും, 0.36 FCK XU. ഇതാണ് ടോട്ടൽ നമ്മളുടെ ഈ കർവിൻ്റെ ഏരിയ. ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ബ്രെഡ്ത്ത് വെച്ചുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മളുടെ സ്ട്രെസ് വേരിയേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അക്രോസ് ബ്രെഡ്ത്ത്. സോ അതുകൊണ്ട് നമ്മൾ ബ്രെഡ്ത്തിനെയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യും. ഇൻറ്റു ബ്രെഡ്ത്ത് കൂടി ചെയ്യുമ്പോഴാണ് എൻറ്റയർ ബ്രെഡ്ത്തിലുള്ള കംപ്രസീവ് ഫോഴ്സ് നമുക്ക് കിട്ടുക. സോ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് വുഡ് ബി CU is equal to 0.36 FCK XUB. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി CU കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CUവിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫിഗറിനെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് KXU എന്നാണ്. KXU is measured from the extreme compression fiber. ഓക്കെ, ഞാൻ ഇവിടെ എല്ലാ മെഷർമെൻറ്റും എടുക്കുന്നത് എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ എന്നാണ്. ന്യൂട്രൽ ആക്സിൻ്റെ ഡെപ്ത് മെഷർ ചെയ്തിട്ടുള്ളത് എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ എന്നാണ്. And that is XU, and CU is located from KXU from the extreme compression fiber. നമുക്ക് എങ്ങനെ KXU കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഷേപ്പിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. വി ക്യാൻ യൂസ് Varignon theorem. നമുക്ക് എങ്ങനെ, നമ്മുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ്, X bar is equal to A1 X1 plus A2 X2 divided by A1 plus A2. ഫസ്റ്റ് ഏരിയ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് റെക്ടാങ്കിളിൻ്റെ ഏരിയ ആണ്. സെക്കൻഡ് ഏരിയ വുഡ് ബി ഏരിയ ഓഫ് ദ പാരാബോള. ഓക്കെ, സോ നമ്മൾ ഈ കേസിൽ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് KXU ഇസ് ഈക്വൽ ടു A1. A1 എന്ന് പറഞ്ഞാൽ ആ റെക്ടാങ്കിളിൻ്റെ ഏരിയ ആണ്. എത്ര റെക്ടാങ്കിളിൻ്റെ ഏരിയ, ദാറ്റ് വിൽ ബി 0.45 FCK ഇൻറ്റു 3/7 XU അല്ലേ. ഇതാണ് എൻ്റെ ഏരിയ ഇൻറ്റു. ഇനി അടുത്തത് X1 എന്ന് പറഞ്ഞാൽ എന്താ, ഈ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഞാനിപ്പോൾ എല്ലാ മെഷർമെൻറ്റും എടുക്കുന്നത് എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ എന്നാണ്. ഓക്കെ, KXU മെഷർ ചെയ്തിട്ടുള്ളത് എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ എന്നാണ്. സോ എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ എന്ന് ഈ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ ഹാഫ് അല്ലേ. സോ ദാറ്റ് വിൽ ബി 3/14 XU പ്ലസ് A2 എന്ന് പറഞ്ഞാൽ എന്താ, ഈ പാരാബോളയുടെ ഏരിയ. പാരാബോളയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 2/3 ഓഫ് റെക്ടാങ്കിൾ ഏരിയ ദാറ്റ് ഇസ് എൻക്ലോസിങ്. സോ 2/3 ഓഫ് 0.45 FCK ഇൻറ്റു 4/7 XU ഇൻറ്റു പാരാബോളയുടെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. പാരാബോളയുടെ സെൻട്രോയിഡ് ഇവിടെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 3/8 ഓഫ് this distance, 4/7 XU. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ദാറ്റ് വിൽ ബി, നമുക്ക് എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ എന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ 3/7 XU പ്ലസ്
3/8 of 4/7 XU. Okay, so that is our x2 whole divided by A1 plus A2. A1 plus A2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി ടോട്ടൽ ഏരിയ. ഇനി എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ ഓൾറെഡി ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.36 FCK XU. ടോട്ടൽ ഏരിയ ആണ് 0.36 FCK XU. ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ അക്രോസ് ബ്രെഡ്ത്തും കൂടി കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എടുക്കുമ്പോൾ അവിടെ ഇൻറ്റു ബി വരുന്നത്. ടോട്ടൽ ഏരിയ ഈസ്, ഈ ഷേപ്പിൻ്റെ ടോട്ടൽ ഏരിയ 0.36 FCK XU ആണ്. ഇനി നമ്മൾ ജസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് KXU ആസ് 0.42 XU. From that, K is equal to 0.42. സോ നമുക്ക് നമ്മളുടെ കണ്ടുപിടിച്ച ഡാറ്റ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഫിഗർ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാം. സോ ആ ഫിഗർ വിൽ ലുക്ക് ലൈക്ക് ദിസ്. യു ഹാവ് എ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഓഫ് 0.36 FCK XU B, total tensile force of 0.87 FY AST, and our neutral axis location is from XU distance from the extreme compression fiber. Total compressive force will be located at distance of 0.42 XU from the extreme compression fiber, and at failure we will have a maximum compressive strength of 0.45 FCK. Okay, this is the figure which is given in figure 22 of IS 456-2000. ഇനി നമുക്ക് നമ്മളുടെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആക്ച്വലി ഒരു ഡിസൈനിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ന്യൂട്രൽ ആക്സിന് ജനറലായിട്ട് പറയാറുണ്ട് കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഇല്ലാത്ത ആക്സിസ് എന്നാണ് ജനറലി പറയാറുള്ളത്. ദാറ്റ് ഇസ് ആക്ച്വലി റോങ്. ന്യൂട്രൽ ആക്സിസ് ഈസ് ആൻ ആക്സിസ് വെയർ കംപ്രസീവ് ഫോഴ്സ് ആൻഡ് ടെൻസൈൽ ഫോഴ്സസ് ആർ ഈക്വൽ. കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും ഈക്വലായിട്ട് വരുന്ന ഒരു ലൊക്കേഷനാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഫ്ലെക്ചർ കേസിലൊരു ബീമിൻ്റെ എൻറ്റയർ സെക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കംപ്രഷൻ ഫൈബർ മുതൽ ടെൻഷൻ ഫൈബർ വരെ, കംപ്രഷൻ ഫൈബറിലാണ് ഏറ്റവും കൂടുതൽ കംപ്രസീവ് ഫോഴ്സ് ഉള്ളത്, ടെൻഷൻ ഫൈബറിലാണ് ഏറ്റവും കുറവ് കംപ്രസീവ് ഫോഴ്സ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ക്യുമുലേറ്റീവ് സം വരുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു കോംപ്ലക്സ് ഷേപ്പൊക്കെ കിട്ടുക. സോ ന്യൂട്രൽ ആക്സിസ് ഈസ് ആൻ ആക്സിസ് വെയർ compressive force and tensile forces are equal. So ആ സെയിം പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി. വി ഹാവ് എക്സ്പ്രഷൻ ഫോർ കംപ്രഷൻ ആൻഡ് വി ഹാവ് എക്സ്പ്രഷൻ ഫോർ ടെൻഷൻ. അതിൻ്റെ രണ്ടിനും നമുക്ക് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യിപ്പിക്കാം. സോ വി ഹാവ് ഡിറ്റർമിൻഡ് CU ആസ് 0.36 FCK XUB and we have determined tensile forces 0.87 FY AST. സോ ഇനി നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. XU ആണ് നമ്മളുടെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഫ്രം ദി എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ. സോ XU വിൽ ബി ഈക്വൽ ടു 0.87 FY AST ഡിവൈഡ് ബൈ 0.36 FCK B. ഞാൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാണ്. XU ബൈ D ഈസ് ഈക്വൽ ടു 0.87 FY AST ഡിവൈഡ് ബൈ 0.36 FCK BD. This is the equation which is given in clause G11A of IS 456-2000. ഈ എക്സ്പ്രഷനാണ് നമ്മളൊരു പർട്ടിക്കുലർ സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. സോ നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മളുടെ ന്യൂട്രൽ ആക്സിസിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ആണ്. അപ് ടു വാട്ട് വാല്യൂ ക്യാൻ ന്യൂട്രൽ ആക്സിസ് ഗോ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ നമ്മളുടെ IS 456 തരുന്ന സ്ട്രെയിൻ വേരിയേഷൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഓക്കെ, യൂസിങ് ദിസ് സ്ട്രെയിൻ വേരിയേഷൻ ഡയഗ്രാം വി വിൽ ബി ഡിറ്റർമിനിങ് അവർ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ന്യൂട്രൽ ആക്സിസ്. Okay, so from this figure we can get epsilon CU divided by XU is equal to epsilon SU divided by D minus XU. ഈ ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മളുടെ സ്ട്രെയിൻ വേരിയേഷൻ ഡയഗ്രാം, ആ സ്ട്രെയിൻ വേരിയേഷൻ ഡയഗ്രത്തിൽ ടോപ്പിലോട്ട് ഇറ്റ് വിൽ ബി കംപ്രഷൻ ആൻഡ് ടുവേർഡ്സ് ബോട്ടം ഇറ്റ് വിൽ ബി അണ്ടർ ടെൻഷൻ. ഓക്കെ, സോ എപ്സിലൺ CU എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെയിൻ ആണ്, എപ്സിലൺ SU എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെയിൻ ആണ്. സോ ഇത് നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമുക്ക് IS 456 തരുന്നത്. സോ ജസ്റ്റ് ഈ ട്രയാങ്കിളിന് നമുക്കൊന്ന് പേര് കൊടുക്കാം. സേ ദിസ് ബി ABC ആൻഡ് ലെറ്റ് ദിസ് ട്രയാങ്കിൾ ബി ADE. ഓക്കെ, സോ നമ്മൾ രണ്ട് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ
ABC is similar to triangle AED. So similar triangles ആയിട്ട് നമുക്ക് തന്നെ എഴുതാൻ പറ്റും. BC divided by AB is equal to ED divided by AD അല്ലേ. ദെൻ BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദി കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. നമ്മൾ തന്നെ ഡിനോട്ട് ചെയ്യുന്നത് എപ്സിലൺ CU എന്നാണ്. ഡിവൈഡ് ബൈ AB ഇസ് XU is equal to ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടെൻസൈൽ സ്ട്രെയിൻ. എപ്സിലൺ SU ഡിവൈഡഡ് ബൈ AD. എന്താ? ടോട്ടൽ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് D ആണെങ്കിൽ AD വിൽ ബി D മൈനസ് XU അല്ലേ. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം. സോ എപ്സിലൺ CU ഇൻറ്റു D മൈനസ് XU ഇസ് ഈക്വൽ ടു എപ്സിലൺ SU ഇൻറ്റു XU. പിന്നെ ഉള്ളിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എഴുതാം. എപ്സിലൺ CU ഇൻറ്റു D മൈനസ് എപ്സിലൺ CU ഇൻറ്റു XU ഇസ് ഈക്വൽ ടു എപ്സിലൺ SU ഇൻറ്റു XU. Rearranging again, epsilon SU into XU plus epsilon CU into XU is equal to epsilon CU into D. From that, I am taking XU outside. XU into epsilon SU plus epsilon CU is equal to epsilon CU into D. From that, XU by D is equal to epsilon CU divided by epsilon CU plus epsilon SU. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി നീഡ് ടു നോ XU മാക്സ് ബൈ D. അതാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് XU by Dക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് അതിൻ്റെ XU മാക്സ് ബൈ D എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ ഇക്വേഷനിൽ വേരിയബിൾസിന് മാക്സിമം വാല്യൂ കൊടുത്താൽ മതി അല്ലേ. സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റും സ്ട്രെയിൻ ഇൻ സ്റ്റീലും മാക്സിമം വരുമ്പോഴാണ് മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് നമുക്ക് കിട്ടുക. സോ എപ്സിലൺ CU ആൻഡ് എപ്സിലൺ SU ഷുഡ് ബി മാക്സിമം. അത് എത്രയൊക്കെയാണ് നമുക്ക് കോഡ് ബുക്കിൻ്റെ അസംഷനിൽ പറയുന്നുണ്ട്. എന്താണ് മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ? ഇറ്റ് ഈസ് 0.0035. എന്താണ് മാക്സിമം ടെൻസൈൽ സ്ട്രെയിൻ? ഇറ്റ് ഈസ് 0.87 FI divided by ES plus 0.002. ഓക്കെ, കോഡ് ബുക്കിൽ FI divided by 1.15 ES ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 1.15നെ 0.87 ഡിനോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് വാല്യൂസ് നമ്മളുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് XU max by DS 0.0035 divided by 0.0055 plus 0.87 FI by ES. സോ ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്തൊരു വേരിയബിളായിട്ട് ആകെയുള്ളത് FI മാത്രമാണ്. ES എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് 20,000 Nm². സോ നമുക്ക് ആ പല FI വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പല ഗ്രേഡ് സ്റ്റീലിൻ്റെ XU max by D വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഓൾസോ ഗിവൺ ഇൻ IS 456-2000. For FE 250 this XU max by D will be 0.53. For FE 415 it will be 0.48 and for FE 500 it will be 0.46. നെക്സ്റ്റ് നമുക്ക് കോഡ് ബുക്കിൽ കണ്ടിട്ടുള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഡെറൈവ് ആയതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള സ്ട്രെസ് ബ്ലോക്കിൻ്റെ വേരിയേഷനും അതിൻ്റെ ഫാക്ടേഴ്സൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. സോ as we said earlier, moment of resistance would be tensile force or compressive force into lever arm distance ആയിരിക്കും അല്ലേ. ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിലും ദേ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കപ്പിൾ. സോ കപ്പിളിൻ്റെ മൊമെൻ്റ് എടുത്താൽ മതി. ഈതർ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് ഓർ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. സോ ലിവർ ആം ഡിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z എന്നാണ്. Z വാല്യൂ എത്രയായിരിക്കും? D എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡെപ്ത് ആണ് അല്ലേ. ഇഫക്റ്റീവ് ഡെപ്ത് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ ആൻഡ് സെൻട്രോയിഡ് ഓഫ് ടെൻഷൻ സ്റ്റീൽ. നമുക്ക് ഒരു അസംഷൻ ഉണ്ട്, നമ്മളുടെ ടെൻസൈൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് അറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ഈച്ച് സ്റ്റീൽ. ഓക്കെ, സോ നമ്മളുടെ ഇഫക്റ്റ് ഡെപ്ത് D എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ
and line of action of tension. Okay, so this distance is d. Hence, z will be equal to d minus 0.42 xu. Okay. From that, we can calculate moment of resistance with respect to tensile force or compressive force. First, we are going to see with respect to tensile force. Mu is equal to total tensile force into lever arm distance. So, mu equal to tu into z. നമ്മൾ ഓൾറെഡി ടി യുവിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് 0.87 FI AST. z വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, d മൈനസ് 0.42 XU. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ XUൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 0.87 FI AST ഡിവൈഡ് ബൈ 0.36 FCK B. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഡീനെ പുറത്തേക്ക് എടുക്കാം. ആ ഫ്രാക്ഷൻ 0.42 ഇൻറ്റു 0.87 ഡിവൈഡ് ബൈ 0.36. ഇറ്റ് അപ്രോക്സിമേറ്റ്സ് ടു 1. ഓക്കെ, ആൻഡ് അതിൻ്റെ നമ്മളുടെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുനിന്ന് ഡീനെ പുറത്തേക്ക് എടുക്കാം. So mu will be equal to 0.87 FI AST D into 1 minus AST FI divided by FCK BD. And this is the equation which is given in clause G11B of IS 456-2000. സെയിം അപ്രോച്ച് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കംപ്രസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് MU or maximum moment carrying capacity MU is equal to CU into lever arm distance. അതിന് സി യുവിൻ്റെ വാല്യൂ ലിവർ ആം ഡിസ്റ്റൻസ് വാല്യൂ അല്ല, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സി യു വാല്യൂ 0.36 FCK XU B ഇൻറ്റു ഡി മൈനസ് 0.42 XU. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഡിനെ നമ്മൾ ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുക്കുക. 0.36 FCK XU BD ഇൻറ്റു 1 മൈനസ് 0.42 XU ഡിവൈഡ് ബൈ ഡി. ജസ്റ്റ് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. MU is equal to 0.36 XU by D into 1 minus 0.42 XU divided by D into B D square FCK, and this is the equation given in clause G11C of IS 456-2000. സോ ഇനി നമുക്ക് നമ്മുടെ IS 456-2000 പറയുന്ന പല മോഡ്സ് ഓഫ് ഫെയിലിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വി ഹാവ് 3 മോഡ്സ്. വി ഹാവ് ബാലൻസ് സെക്ഷൻ, വി ഹാവ് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആൻഡ് വി ഹാവ് ഓവർ റീൻഫോഴ്സ് സെക്ഷൻ. ഇനി ഓരോ സെക്ഷനും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ബാലൻസ് സെക്ഷൻ. ബാലൻസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത്ര കോൺക്രീറ്റിന് ഇത്ര സ്റ്റീലിന് കിട്ടും. ആ പറഞ്ഞിട്ടുള്ള എക്സാക്റ്റ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ദാറ്റ്സ് എ ബാലൻസ്ഡ് സെക്ഷൻ. അതായത് റിക്വയർഡ് എമൗണ്ട് ഓഫ് സ്റ്റീലിന് ഈക്വലായിട്ട് എക്സാക്റ്റ് ഈക്വലായിട്ട് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അത്രയും സ്റ്റീലിന് നമ്മൾ പ്രൊവൈഡും ചെയ്തിട്ടുണ്ട്. റിക്വയർഡ് ഈസ് ഈക്വൽ ടു പ്രൊവൈഡഡ്. ഇറ്റ് ഈസ് ദി ബാലൻസ്ഡ് സെക്ഷൻ. സോ അങ്ങനത്തെ കേസിൽ ആ സെക്ഷൻ്റെ സ്ട്രെയിൻ വേരിയേഷൻ ഡയഗ്രാമാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഇനീഷ്യലി ദെയർ ഇസ് നോ സ്ട്രെയിൻ, ലോഡൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്ട്രെയിനും ഇല്ല. ഓക്കെ, കംപ്രസീവ് സ്ട്രെയിനും ഇല്ല, ടെൻസൈൽ സ്ട്രെയിനും ഇല്ല. സോ പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്രസീവ് സ്ട്രെയിനും വരും, ടെൻസൈൽ സ്ട്രെയിനും വരും. സോ ഐ എം ഡിനോട്ടിങ് ഇറ്റ് ആസ് എപ്സിലൺ സി ആസ് കംപ്രസീവ് സ്ട്രെയിൻ ആൻഡ് എപ്സിലൺ എസ് ആസ് ടെൻസൈൽ സ്ട്രെയിൻ. അതിന് എവിടം വരെ വേരിയേഷൻ വരും? മാക്സിമം എപ്സിലൺ സി യു വരെയും എപ്സിലൺ എസ് യു വരെയും അതിന് വേരിയേഷൻ ഉണ്ടാവുള്ളൂ. എക്സാക്റ്റ് എമൗണ്ട് സ്റ്റീല് കൊടുത്തത് കാരണം കോൺക്രീറ്റിലെയും സ്റ്റീലിലെയും സ്ട്രെയിൻ വേരിയേഷൻ ഈക്വലും ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും കോൺക്രീറ്റും സ്റ്റീലും സ്ട്രെയിൻ ആവുന്നുണ്ടാവുക. എനിവേ നമ്മളുടെ വേരിയേഷൻ ലീനിയർ ആണ്. ഓക്കെ, നമ്മൾ പറയുന്ന അസംഷനാണ്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ ന്യൂട്രൽ ആക്സിസ് ദെയർ വിച്ച് ഹാസ് എ ഡെപ്ത് ഓഫ് XU. എപ്സിലൺ സി യു എപ്സിലൺ എസ് യു എന്ന് പറയുന്നത് മാക്സിമം വാല്യൂസ് ആണ്. സോ മാക്സിമം വാല്യൂസ് ആകുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ന്യൂട്രൽ ആക്സിസ് ഡെപ്തിന് XU മാക്സ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ദിസ് ഈസ് ദി ബാലൻസ്ഡ് സെക്ഷൻ. ബാലൻസ് സെക്ഷൻ ഈസ് വെയർ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ സ്ട്രെയിൻസ് ഈക്വലി ആൻഡ് XU is equal to XU max. This is balanced section. Next is the under reinforced section. അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയ സ്റ്റീലിനേക്കാളും കുറവ് സ്റ്റീലേ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയൊരു ഏരിയനേക്കാളും കുറച്ച് ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഈ ബാലൻസ്ഡ് സെക്ഷൻ എന്നുള്ളത് ഒരു ഐഡിയൽ കേസാണ്. ഓക്കെ, ഒരിക്കലും നമുക്കത് കൊടുക്കാൻ പറ്റില്ല. കാരണം ബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള അത്രയും എമൗണ്ട് ഓഫ് സ്റ്റീൽ തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ സ്റ്റീൽ എങ്ങനെ കോൺക്രീറ്റിലേക്ക് കൊടുക്കുക? ഇത്ര ബാറുകളായിട്ടാണ് എനിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അല്ലേ? നമുക്ക് ഹോൾ നമ്പർ 1 ബാർ 2 ബാർ 3 ബാർ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ.
കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് അത്ര അങ്ങനെയൊന്നും ആയിരിക്കില്ല, പോയിന്റ് വാല്യൂസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് നമുക്ക് 1.5 ബാർ ഇല്ലെങ്കിൽ 1.75 ബാർ എന്നൊക്കെ ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടാവുക. നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ 1 ബാർ അല്ലെങ്കിൽ 2 ബാർ, അല്ല നമുക്ക് ഹോൾ നമ്പർ ആയിട്ടേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആക്ച്വൽ കേസിൽ ഒരിക്കലും ബാലൻസ്ഡ് സെക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് 2 ഓൾട്ടർനേറ്റീവ്സ്. നമുക്ക് ഒന്നെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള സ്റ്റീലിനേക്കാളും കൂടുതൽ കൊടുക്കാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ സ്റ്റീലിനേക്കാളും കുറവ് കൊടുക്കാം. ഏതാണ് നല്ലത്? നമ്മളുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? സ്റ്റീല് കൂടുതൽ വന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ്, അല്ലേ? പക്ഷേ ആക്ച്വലി അത് തെറ്റാണ്. നമ്മൾ കിട്ടിയ സ്റ്റീലിനേക്കാളും കുറവ് സ്റ്റീൽ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഇസ് എ സെക്ഷൻ വെയർ വി ഹാവ് പ്രൊവൈഡഡ് ഓൺലി ലെസ്സർ എമൗണ്ട് ഓഫ് സ്റ്റീൽ ദാൻ റിക്വയർഡ്. ഈ PT ലിമിറ്റ് എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ദോസ് ആർ റിക്വയർഡ് എന്നാണ്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് നമ്മൾ റിക്വയർഡ് എമൗണ്ടിനേക്കാളും കുറവ് സ്റ്റീലേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അങ്ങനത്തെ കേസിലാണെങ്കിൽ ഞാനിതിൻ്റെ നമ്മളുടെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വാസ് XU max. അതിന് നമ്മൾ ഇനീഷ്യൽ കേസിൽ ബാലൻസ്, സപ്പോസ് ഇതൊരു ബാലൻസ് സെക്ഷൻ ആയിരുന്നെങ്കിൽ അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് XU max ആണ്. ഓക്കെ, സോ നമ്മളിതിൻ്റെ സ്ട്രെയിൻ വേരിയേഷൻ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഇനീഷ്യലി ദർ ഇസ് നോ സ്ട്രെയിൻ, നമ്മൾ ലോഡിങ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് സ്ട്രെയിൻ ഉണ്ടാവുന്നില്ല. ലോഡ് കൊടുക്കുകയാണ്, അപ്പോൾ സ്ട്രെയിനും വരികയാണ്. സോ ഇവിടുത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റീല് ആവശ്യത്തിനേക്കാളും കുറവേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏതായിരിക്കും ആദ്യം സ്ട്രെയിൻ ആവുക? ഏറ്റവും ആദ്യം സ്ട്രെയിൻ ആവുന്നത് സ്റ്റീലായിരിക്കും. സ്റ്റീല് മാക്സിമം സ്ട്രെയിൻ അച്ചീവ് ചെയ്തതിന് ശേഷമേ കോൺക്രീറ്റ് മാക്സിമം സ്ട്രെയിൻ അച്ചീവ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു കേസ്, ഒരു തിയററ്റിക്കലായിട്ട് കേസ് ആലോചിച്ച് വെക്കുക. ഒരു ബാറ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരെൻഡിൽ 2 പേരും വേറൊരു എൻഡിൽ 3 പേരും നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ബാറിൻ്റെ മുകളിലേക്ക് ലോഡ് കൊടുക്കുക. ലോഡ് കൊടുക്കുമ്പോഴത്തേനും ഏത് ഭാഗത്ത് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ലോഡ് വരിക? ആ കുറവ് നിൽക്കുന്ന ആൾക്കാർക്കും, അല്ലേ? നമ്മൾ ഈ ഒരു സെക്ഷനിൽ സ്റ്റീല് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം മാക്സിമം സ്ട്രെയിൻ അച്ചീവ് ചെയ്യുന്നത് സ്റ്റീലായിരിക്കും. സോ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? സ്റ്റീല് മാക്സിമം സ്ട്രെയിൻ അച്ചീവ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് മാക്സിമം സ്ട്രെയിൻ എത്തിയിട്ടുണ്ടാവില്ല. സോ നമ്മൾ അതിൻ്റെ വേരിയേഷൻ വിൽ ബി ലീനിയർ. അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് എവിടെ നോക്കുക? അപ്പോൾ ഈ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ബാലൻസ് സെക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രൽ ആക്സിസ് വിൽ ഷിഫ്റ്റ് അപ്വേർഡ്സ്. അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XU ആയിരിക്കും. വിച്ച് ഇൻ കേസ് വി ക്യാൻ സേ ദാറ്റ് ഫോർ ആൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ XU will be less than XU max, where XU max is the neutral axis depth for the balance section. Okay, neutral axis depth അതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റീല് കുറവ് കൊടുക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, സ്റ്റീലാണ് ആദ്യം മാക്സിമം സ്ട്രെയിൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് മാക്സിമം സ്ട്രെയിൻ അച്ചീവ് ചെയ്തിട്ടില്ല. അത് കോൺക്രീറ്റിനെ നമുക്ക് ഇനിയും സ്ട്രെയിൻ ചെയ്യിപ്പിക്കാം. വൺസ് സ്റ്റീല് ഫുൾ സ്ട്രെയിൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റീല് സ്ട്രെയിൻ എടുക്കില്ല. അത് സ്റ്റീല് ലോഡ് ക്യാരി ചെയ്യില്ല. ലോഡ് പിന്നെ കോൺക്രീറ്റ് ആണ് കൊടുക്കുക. അപ്പോൾ ടെൻഷൻ വരാൻ നേരത്ത് എന്ത് പറ്റും? കോൺക്രീറ്റിന് അത്രയും ടെൻഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ എന്ത് പറ്റും? കോൺക്രീറ്റ് പയ്യെ ക്രാക്ക് ചെയ്യും. പതുക്കെ. പക്ഷേ കോൺക്രീറ്റ് ഫെയിൽ ആവില്ല. കാരണം എന്തുകൊണ്ടാണ്? കോൺക്രീറ്റ് അതിൻ്റെ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ അച്ചീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ഫെയിൽ ആവില്ല. പക്ഷെ നമുക്ക് ക്രാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ സ്ട്രക്ചറിൽ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് റിട്രോഫിറ്റ് ചെയ്യണമെന്നൊരു നമുക്ക് മനസ്സിലാവും. ക്രാക്ക് വരാൻ തുടങ്ങും. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ് ഡക്ടൈൽ ഫെയിലിയർ കാണിക്കുന്നത്. നമുക്ക് ആംപിൾ വാണിംഗ് തരും. കാരണം സ്റ്റീൽ ഓൾറെഡി സ്ട്രെസ്ഡ് ആയി. പിന്നെ വരുന്നത് കോൺക്രീറ്റ് ആണ് പിന്നെ വരുന്ന ടെൻഷനൊക്കെ കോൺക്രീറ്റ് ആയിരിക്കും ക്യാരി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കോൺക്രീറ്റ് പതുക്കെ ക്രാക്കുകൾ കാണിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും സെക്ഷൻ ഏതാണ്ട് അതിൻ്റെ ഈൽഡ് പോയിന്റ് എത്താറായി, നമുക്ക് ഒന്നെങ്കിൽ റിട്രോഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വേഗം ഇവാക്യുവേറ്റ് ചെയ്ത് പോകണമെന്ന് നമുക്ക് മനസ്സിലാവും. സോ ദിസ് ഇസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. നെക്സ്റ്റ് ഇസ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള സ്റ്റീലിനേക്കാളും ഒരുപാട് സ്റ്റീല് എക്സ്ട്രാ കൊടുത്തു. PT ഈസ് ഗ്രേറ്റർ ദാൻ PT ലിമിറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഓൾറെഡി നമുക്കൊരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടായിരുന്നു. ദിസ് ഇസ് ദി ന്യൂട്രൽ ആക്സിസ് ഫോർ ദി ബാലൻസ് സെക്ഷൻ XU max. നമുക്കതിൻ്റെ സ്ട്രെയിൻ വേരിയേഷൻ ഡയഗ്രാം വരയ്ക്കാം.
ഇനീഷ്യലി ദർ ഇസ് നോ സ്ട്രെയിൻ, ലോഡൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സ്ട്രെയിനും ഉണ്ടാകുന്നില്ല. നമ്മൾ ലോഡ് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ വേരിയേഷൻ ഡയഗ്രാം വരണം. നോക്കേ, ഇവിടെ നമ്മൾ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ സ്റ്റീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ എന്താ, ഇപ്പോൾ മെജോറിറ്റിയിൽ നിൽക്കുന്നത് സ്റ്റീലാണ്. അപ്പോൾ ഏതായിരിക്കും ആദ്യം ഫെയിലിയർ സ്ട്രെയിൻ അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക, ഓർ മാക്സിമം സ്ട്രെയിൻ അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക? കോൺക്രീറ്റ് ആണ് മാക്സിമം സ്ട്രെയിൻ ആദ്യം അച്ചീവ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ന്യൂട്രൽ ആക്സിസ് താഴത്തേക്ക് ഷിഫ്റ്റ് ആവും. അണ്ടർ റീൻഫോഴ്സ് സെക്ഷനിൽ ന്യൂട്രൽ ആക്സിസ് കംപ്രഷൻ സൈഡിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. പക്ഷേ ഓവർ റീൻഫോഴ്സ് സെക്ഷനിൽ ന്യൂട്രൽ ആക്സിസ് ടെൻഷൻ സോണിലേക്കാണ് ഷിഫ്റ്റ് ആവുക. നമ്മൾ എക്സ് യു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ആൻ ഓവർ റീൻഫോഴ്സ് സെക്ഷൻ എക്സ് യു വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ്. ഇതിൻ്റെ പ്രശ്നം എന്താ സംഭവിക്കുക, നമ്മുടെ സ്റ്റീലിന് ഇനിയും ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ കോൺക്രീറ്റിന് ഇനി ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇനിയും ഒരു പോയിന്റ് കൂടി നമ്മൾ ലോഡ് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഫെയിലാവും. കോൺക്രീറ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ദാറ്റ്സ് എ ബ്രിട്ടിൽ ഫെയിലിയർ. ബ്രിട്ടിൽ ഫെയിലിയർ ഇസ് കാറ്റാസ്ട്രോഫ്. അത് ക്രാക്ക് വരുന്നതും സെക്ഷൻ ഫെയിൽ ആവുന്നതും എല്ലാം ഒരുമിച്ചായിരിക്കും. നമുക്കവിടെ ഇവാക്വേഷനോ അല്ലെങ്കിൽ റിട്രോഫിറ്റിങ്ങിനോ യാതൊരുവിധ വാർണിങ്ങും കിട്ടില്ല. ഓവർ റീൻഫോഴ്സ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രിട്ടിൽ ഫെയിലിയർ. അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡക്ടൈൽ ഫെയിലിയർ. സോ നമ്മുടെ LSM സപ്പോർട്ട് ചെയ്യുന്നത് ഡക്ടൈൽ ഫെയിലിയറിനാണ്. സോ നമ്മൾ ഒരിക്കലും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ബ്രിട്ടിൽ ഫെയിലിയർ വരുന്ന സ്ട്രക്ചർ ഡിസൈൻ ചെയ്യില്ല. വി വിൽ നോട്ട് ഡിസൈൻ ആൻ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. വി വിൽ ഡിസൈൻ ഓൺലി അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ക്ലിയർ ആയോ? ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീല് ആവശ്യത്തിനേക്കാളും കുറവ് കൊടുക്കുന്നതെന്ന്. സോ നമുക്ക് ആസ് എ സമ്മറി നമുക്ക് എഴുതാൻ പറ്റും, ഫെയിലിയർ സ്ട്രെയിൻ ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ബാലൻസ്ഡ് സെക്ഷൻ. മോർ ദാൻ ഫെയിലിയർ സ്ട്രെയിൻ ആണെങ്കിൽ ഇറ്റ് ഇസ് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ. ലെസ് ദാൻ ഫെയിലിയർ സ്ട്രെയിൻ ആണെങ്കിൽ ഓവർ റീൻഫോഴ്സ് സെക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ എന്നുള്ള ഈ വീഡിയോയിൽ കൺവേ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ മാക്സിമം വേഗം റിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.